എൻ്റെ കൂടെ യാത്ര ചെയ്ത പ്രായമായ ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ നവകേരള സദസ്സെന്നും പറഞ്ഞ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്രയുടെ ഇപ്പോൾ നടക്കുന്നുകൊണ്ടിരിക്കുന്ന യാത്രയുടെ ഉദ്ദേശം. അപ്പോൾ പല യാത്രകളും ഇങ്ങനെ കണ്ടിട്ടുള്ള ഇപ്പോൾ എൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രായമായ ആൾ പറഞ്ഞു, പേടിപ്പിക്കുക, നാട്ടിൽ ഭയം ഉണ്ടാക്കുക, ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, പേടിപ്പിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇത് പേടിപ്പിക്കുന്നത്, എന്തിനാണ് പേടിപ്പിക്കുന്നത്, ആ പേടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ പറഞ്ഞു, ഈ ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥതയും ധൂർത്തും അതുപോലെ ഭരണമില്ലായ്മയും അതുപോലെ അഴിമതിയും അതുപോലെ ചികിത്സിക്കാൻ അമേരിക്കയിൽ പോയി ചികിത്സിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ചികിത്സാ രീതി ലോകത്തിലെ 1-ാം നമ്പറാണ്, ഏറ്റവും മികച്ചതാണെന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കള്ളമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനൊക്കെ എതിരെ ജനങ്ങൾക്ക് ഇങ്ങനെ രോഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നേരിട്ട് ഇറങ്ങി പേടിപ്പിച്ചാലേ പറ്റുള്ളൂ. നേരത്തെയൊക്കെ അഴിമതിക്കെതിരെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും കള്ളങ്ങൾക്കെതിരെയൊക്കെ പറയുന്നവരെ കള്ളക്കേസിൽ കൊടുക്കുക, അവരെ എന്നിട്ട് നശിപ്പിക്കുക, അവരെ കോടതി കയറ്റുക, അവരെ ഇങ്ങനെ 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 നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുക, ആക്ഷേപിക്കുക, അപഹസിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ 5-6 വർഷമായിട്ട് അഴിമതിക്കെതിരെ ആരെങ്കിലും എവിടെയെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരെയൊക്കെ കള്ളക്കേസിൽ കുടുക്കി അവരെ ഇങ്ങനെ നശിപ്പിക്കുക, അങ്ങനെ ബാക്കിയുള്ള എല്ലാവരുടെയും വായടപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രമായിരുന്നു കഴിഞ്ഞ 5-6 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പിന്നെ പല വകുപ്പുകളും അവരുടേതായ സർക്കിൾ ഇറക്കി. കാരണം വകുപ്പുകളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നവർക്കാണല്ലോ ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്നത്. അപ്പോൾ ഈ വകുപ്പിൽ നടക്കുന്ന കള്ളത്തരവും അഴിമതിയും ഒന്നും പുറത്ത് മിണ്ടിപ്പോകരുത്, മിണ്ടിക്കഴിഞ്ഞാൽ ശിക്ഷ നടപടി എടുക്കുമെന്ന് പറഞ്ഞ മിക്ക വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ അതിനുശേഷം സർക്കുലറും നോട്ടും ഒക്കെ ഇറക്കി. അങ്ങനെ അഴിമതിയെ മൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടന്നു. എന്നാൽ പോലും നമ്മളുടെ സ്വർണ്ണക്കള്ളക്കടത്തും ലൈഫ് മിഷൻ അഴിമതിയും പിന്നെ സഹകരണ മേഖലയിലെ അഴിമതിയും പിന്നെ മാസപ്പടി അഴിമതികളും ഒക്കെ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ വരുന്നുണ്ട്. മൂടി വെക്കാൻ വേണ്ടി എത്ര ശ്രമിച്ചാലും അഴിമതികൾ പുറത്ത് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ പുറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും ഈ ജനങ്ങൾ അവര് ഈ ഭരണം നല്ലതാണെന്ന് ഇത്രയും പ്രസംഗിച്ചിട്ടും അങ്ങനെ ആണെന്ന ഒരു സംശയം. എന്നാൽ പിന്നെ എല്ലാവരും നാട്ടിലിറങ്ങി പേടിപ്പിച്ചു കളയാം. അപ്പോൾ അങ്ങനെ നാട്ടിലിറങ്ങി പേടിപ്പിക്കുക, എല്ലാവരും പേടിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേനും പിന്നെ എതിർ ശബ്ദങ്ങൾ ഒരു സൈഡിൽ നിന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഉദാഹരണങ്ങൾ പറയാം. എവിടെയെങ്കിലും ഒരു കറുത്ത തുണിക്കഷ്ണം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് വെള്ള പെയിന്റ് കണ്ടാൽ, പെയിന്റ് അടിച്ച ആളെ കണ്ടാൽ ഒക്കെ അവരെ അറസ്റ്റ് ചെയ്യാം. അപ്പം വെള്ള പെയിന്റ് അടിച്ചാലും അറസ്റ്റ് ചെയ്യും, കറുത്ത പെയിന്റ് അടിച്ചാലും അറസ്റ്റ് ചെയ്യും എന്നുള്ളതാകുമ്പോഴത്തേനും മനുഷ്യർ എല്ലാവരും പേടിക്കുമല്ലോ. വെള്ള പെയിന്റ് അടിച്ചവനും പേടിക്കും, കറുത്ത വേഷമുള്ളവനും പേടിപ്പിക്കുക. പിന്നെ ഒരു ഭരണകക്ഷിയിലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ തന്നെ ഒരു MP പാലായില്, മെമ്പർ ഓഫ് പാർലമെന്റ്, ജനങ്ങളുടെ പ്രതിനിധി, അദ്ദേഹം പാലായില് അവിടുത്തെ 1-2 കാര്യങ്ങൾ അത് ഇതുവരെ നടന്നിട്ടില്ല. വികസന പദ്ധതികൾ, നാട്ടുകാർക്ക് വേണ്ട വികസന പദ്ധതികൾ നടന്നിട്ടില്ല. അത് ഒരു പെട്ടെന്ന് ആകണം, ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി അല്ല, ഇങ്ങനെ ഇവിടുത്തെ ഈ പരാതിയും പ്രശ്നങ്ങളും നാട്ടുകാരുടെ വികസന കാര്യങ്ങളൊന്നും കേൾക്കാൻ വേണ്ടി അല്ല ഈ യാത്ര എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ നമ്മളുടെ ഭരണത്തിന്റെ നേതാവ് പറഞ്ഞു. അപ്പോൾ ആ ഒരു MP-യോട് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് അദ്ദേഹത്തെ ബാക്കിയുള്ള MP-മാർക്കും അത് നമ്മളിവിടുത്തെ നാട്ടിലെ കാര്യങ്ങളും വികസനമില്ലാന്നോ പദ്ധതികൾ പാതി വഴി നിൽക്കുകയാണെന്നോ അല്ല ഇവിടെ ബുദ്ധിമുട്ടിലാണ് ജനങ്ങളെന്നുള്ള ഒന്നും മിണ്ടാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം തീർച്ചയായിട്ടും അവിടെ വെച്ച് നൽകി. അങ്ങനെ അതുപോലെ വഴിയിൽ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോസ്റ്റർ കാണിച്ചു കഴിഞ്ഞാൽ, പ്രതിഷേധിച്ചാൽ ഒക്കെ അവരെ നേരിട്ട് തല്ലും. ആ തല്ലാന് ഉള്ള ആളുകളുണ്ട് എന്നൊക്കെ പരസ്യമായിട്ട് പറയുകയും ആ തല്ലുന്നവരെ പിന്തുണയ്ക്കുന്ന ഒരു ഭരണവും കൂടെ ഉണ്ടായി കഴിയുമ്പോഴത്തേനും എല്ലാവർക്കും പേടിയാവുമല്ലോ. കാരണം ഈ തല്ലേണ്ട ആൾക്കാരെ ഇങ്ങനെ കയറൂരി വിട്ടിട്ടുണ്ട്. അത് എവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലും തല്ലുകൊള്ളും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നാടിനെ, അങ്ങനെയാണ് ഈ നാട് എന്നുള്ളത് എല്ലാവരിലും എത്തിച്ചു കഴിഞ്ഞാൽ പേടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും. ഭയം നാട്ടിലെല്ലായിടത്തും ഉണ്ടാവും. എന്തിനെതിരെയുള്ള ഭയമാണ്? അഴിമതിക്കെതിരെ മിണ്ടാനുള്ള, ഭരണകൂടത്തിന്റെ അഴിമതിക്കെതിരെ മിണ്ടാനുള്ള ഭയം നാട്ടിലൊക്കെ ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഈ യാത്രയ്ക്കുള്ളത് എന്ന് പ്രായമായ ഒരു മനുഷ്യനോട് പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി, ശരിയാണല്ലോ ഈ മനുഷ്യൻ പറഞ്ഞത്. പേടിയുണ്ടാക്കുക, ഭയമുണ്ടാക്കുക, നാട്ടിൽ ഉടനീളം അഴിമതിക്കെതിരെ ഒരാൾ പോലും ഇനി മിണ്ടിയേക്കരുത്. മിണ്ടിക്കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മുടെ ആൾക്കാരുണ്ട്. അവരൊക്കെ
ഒരു ഈ അഴിമതി ഭരണത്തിന്റെ രക്ഷാപ്രവർത്തനം നടത്താൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ രക്ഷാപ്രവർത്തനം നടത്തും. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണ്ടായിസം, അടിച്ചൊതുക്കുക, തല്ലി ഒതുക്കുക, അല്ലെ ഭീഷണിപ്പെടുത്തി ഒതുക്കുക. അത് എല്ലായിടത്തും ആളുകളെ വെച്ചിട്ടുണ്ട്. അവർക്കതിന് ഉള്ള അനുമതിയുണ്ട് എന്നുള്ള വിധത്തിലുള്ള ഒരു പേടിപ്പിക്കൽ നമ്മുടെ സംസ്ഥാനം മുഴുവൻ ഏകദേശം എത്തിക്കുക എന്നുള്ള ഉദ്യമം ആണ് ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് ആ പ്രായമായ മനുഷ്യനോട് പറഞ്ഞു. അത് തീർച്ചയായിട്ടും ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളും ആലോചിക്കുക.